ഓക്കെ, സാക്കുവിന്റെ ബുക്കിംഗ് എടുത്തോണ്ട് സാക്കു നിന്റെ എഴുതിയ ബുക്കിംഗ്. ആകെ ഞാൻ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. യെസ്. ഞാൻ നോക്കിയിട്ടില്ല, നോക്കാം. വിശദമായിട്ട് നോക്കണമല്ലോ അല്ലേ? വേണ്ടേ? മിസ് പയ്യൻ നോക്കിയാ പല കലാരൂപങ്ങളും ഞാൻ ഇന്ന് കാണാൻ പോവാണല്ലേ? കണ്ടിട്ട് മിസ് പേടിക്കരുത്. കണ്ടു പേടിക്കാതിരുന്നാ മതി. പേടിക്കരുത്. ഇല്ലില്ല, ധന്യാന്ന് എനിക്ക് തോന്നുന്നു. ധന്യ ഏറ്റവും നല്ല ചെയ്തേന്ന് എനിക്ക് തോന്നുന്നു. അല്ലടാ, ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണി. എനിക്കറിയാമായിരുന്നു എന്നെ ട്രോളാൻ ചാൻസ് ഉണ്ടെന്ന്. എന്റെ മക്കള് ട്രോളി, അതിൽ കൂടുതൽ എന്ത് വേണോ? എന്താണ് അത് കാണാം. ഞാൻ പിന്നെ വിശദമായിട്ട് നോക്കാന്ന് കരുതി അവിടെ വച്ചേക്കുവാണ്. പിന്നെ ഇതിന് TTC കുട്ടികളുണ്ട് അല്ലെ? സോറി, ATTC, സോറി, ATTC കുട്ടികളുണ്ട്, റൈറ്റ്? അപ്പൊ അവരെന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങള് എന്താ ഈ ഒരു വർക്ക് സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, ഈ ഒരു ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ലൈക്ക് അങ്ങനെ തന്ന ഒരു വർക്കാ. അല്ലാതെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനോ അല്ലെങ്കിൽ മറ്റേതൊന്നും ഇല്ല. അതേസമയത്ത് ATTC കുട്ടികൾക്ക് മാത്രമാണ് ഞാൻ ഇത് തരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊക്കെ അവർക്ക് കൊമ്പുണ്ടോ എന്ന് വിചാരിക്കണ്ടോ? മൊത്തം എഴുതി ഫർസാനപ്പിക്ക് കൊമ്പുണ്ടോ? ഇല്ലല്ലേ? ഫർസാന തൊട്ട് നോക്കണുണ്ടോന്ന് ആണോ? മിസ്സേ ഒരു കാര്യം പറയാൻ വിട്ടേ. സത്യത്തിൽ ഞാനത് നോട്ട് ചെയ്യില്ല, ഒരാൾ ചോദിച്ചപ്പോഴാ അത് ഓർത്തത്. മിസ് നോട്ട്സ് ഇട്ടപ്പോഴേ പൊതുവെ മിസ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് കൂടി ഇടും പക്ഷെ ക്വസ്റ്റ്യൻസ് ഇട്ടില്ല. അതായത് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നതേ. അതെന്റെ അടുത്ത് ഒരു ലിസ്റ്റ്, ഒരു ഫുൾ സെറ്റ് ഉണ്ട്. ATTC-കാർക്ക് കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും. നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നതായിരിക്കും. അവർക്ക് എക്സാം അടുത്ത് വന്നിട്ടുണ്ട്, സോ അവർക്ക് ഞാൻ എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് നോർമൽ മീൻസ് MTTC, PPTTC കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ആകെ എല്ലാം ഒരുമിച്ച് അയച്ച് ഇതാവണ്ടെന്ന് കരുതി അത് നിങ്ങൾ നോട്ട് എഴുതും. ഓക്കെ, നോട്ട് എഴുതിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ജാസ്മിൻ ചെയ്യണോ കേട്ടോ, മറക്കല്ലേ. എന്നെക്കാളും തിരക്കുള്ള ആളാന്ന് തോന്നുന്നുണ്ട് ജാസ്മിൻ. പക്ഷെ എന്തായാലും അതൊന്നും ചെയ്തു തരണം കേട്ടോ. ചോദിച്ചത് പിന്നെ മറ്റേ എന്താ പറയാ, മലയാളത്തിൽ എഴുതുന്നവർക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിട്ട് സെൻഡ് ചെയ്തിട്ടില്ല എന്നല്ലേ? അതല്ലേ ജാസ്മിൻ പറഞ്ഞേ? അതെ, അത് ഞാൻ വിട്ടുതരും. എന്റെ അടുത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4-ാമത്തെയും 5-ാമത്തെയും ചാപ്റ്ററിൽ നിന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല, ഞാനത് ഒരു ഡയറിയിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ എഴുതിയതാ, അല്ലാണ്ട് കുറച്ച് പ്രിപ്പയർ ആയിട്ട് എഴുതിയതല്ല. സോ നിങ്ങളത് നോക്കിയിട്ട് പഠിക്കുക കേട്ടാ. നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ് അല്ലെ? എവിടെ എത്തിയത് അവസാനം എന്ന് പറഞ്ഞേ. മേൽനോട്ടം എടുത്തോ? മേൽനോട്ടമാണ് ഇനി എടുക്കാനുള്ളത് അല്ലെ? ശരി, ഒട്ടും എടുത്തില്ല. മേൽനോട്ടം എടുക്കാനുള്ളത്. ഓക്കെ, വിദ്യാലയ മേൽനോട്ടം. മേൽനോട്ടം എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുക, ലൈക്ക് അങ്ങനെ ഒരു സംഭവം അല്ലെ? അങ്ങനെയല്ല നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു സൂപ്പർവൈസർ ഓർ സൂപ്പർവിഷൻ എന്നൊക്കെ പറയുമ്പോ അവരുടെ ഡ്യൂട്ടി മൊത്തം ഒന്ന് നോക്കിയും കണ്ട് നടത്തി എവിടെ കുറവുണ്ടോ അത് നികത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് പെട്ടെന്ന് കഴിച്ചാൽ ഈ ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറയാറില്ല, നമ്മൾ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നോക്കുന്ന ആള്. പലപ്പോഴും ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരിക്കും അവിടുത്തെ സൂപ്പർവൈസർ. അല്ലാതെ പക്ഷം പുറത്തുനിന്ന് ആൾക്കാർ വരുന്ന രീതിയുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത്. ഓക്കെ, അതിന്റെ ഒരു ഇൻട്രോ നോക്കാം. വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങളും പുരോഗതിയും വിലയിരുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് മേൽനോട്ടം. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മളിപ്പോ പറഞ്ഞത് തന്നെ എന്തൊക്കെ നടക്കുന്നത്, നല്ല പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുക, അതുപോലെ ഒക്കെ നോക്കുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത്.
പിന്നെന്താ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മേൽനോട്ടം ഉപകരിക്കുന്നു അല്ലെ. എന്തായാലും ഒരാള് ഒന്ന് നമുക്കെല്ലാം മീൻസ് മുന്നിൽ തന്നെ ഒരാൾ വേണമല്ലോ, എല്ലാം നോക്കിയും കണ്ട് നടത്താനും ഓക്കെ ആണോ നോക്കാനും, നല്ല റിസൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, ഇതൊക്കെ നോക്കിയിട്ട് പോകണം. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് സ്കൂളിൽ പോകും. അങ്ങനെ ഒരാളില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാരും തോന്നിയ പോലെ വരും, തോന്നിയ പോലെ എടുക്കും. ഒറ്റൊരു മിനിറ്റേ. സാക്കു കറക്റ്റാ. നീ എവിടെ എഴുന്നേറ്റ് പോകുന്നത് തന്നെയാ? കേട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാരും മിസ് മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കോ അല്ലേ? സോറി, ഇന്ന് ഞാൻ നല്ല സ്കാർഫെല്ലാം ചെയ്തു വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചൂടെ? മിസ് ഇന്നെന്താ സ്കാർഫിൽ കുത്തീനെന്നൊക്കെ? ഒന്നുമല്ല, എനിക്ക് ചെറിയൊരു പാർട്ടി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ചടയപ്പടയെന്ന് പറഞ്ഞ് പോവാനായിട്ട്. അതിന്റെ ചെറിയൊരു സെറ്റപ്പ്. ഓക്കെ. കണ്ടപ്പോഴേ തോന്നിങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞ് നിൽക്കുന്ന മിസ്സിനെ എങ്ങോട്ടോ പോവാണ്ടല്ലോ. ഞാൻ എവിടെയെങ്കിലും റെഡി നേരത്തെ കണ്ടപ്പോഴേ തോന്നുന്നു എങ്ങോട്ടോ ഒരു സൽക്കാരത്തിന് എങ്ങോട്ടോ പോകാണ്ട്. ഗൾഫിൽ പോയി. ഏതെങ്കിലും ഡ്രസ്സിൽ ചുമ്മാ സ്കാർഫ് ചുറ്റിയിരിക്കട്ടെ. എനിക്കൊരു ഡൗട്ട് നീ ശ്രദ്ധിച്ചോ? ഡ്രസ് ശ്രദ്ധിച്ചില്ലേ? അടിപൊളി ചുരിദാറൊക്കെ ഇട്ട് ഡ്രസ്സാണ് നോട്ട് ചെയ്ത്. മിക്കപ്പോഴും സ്റ്റോൾ ചുറ്റിയിരിക്കും. അപ്പൊ നിങ്ങൾ മൊത്തമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലേ? നല്ലതാ, ചെയ്യാറുണ്ട് ടീച്ചർമാർക്ക്. അതാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോവാം. എന്താണ് പറഞ്ഞിരിക്കുന്നേ? ഓക്കെ, കാര്യങ്ങൾ എല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മേൽനോട്ടം ഉപകരിക്കുന്നു. ഒരു സ്കൂൾ ഏതെല്ലാം വിധത്തിൽ പുരോഗതി ഉണ്ട്, എങ്ങനെയൊക്കെ ഓരോ ഭാഗത്തുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുക. അല്ലെങ്കിൽ ഉണ്ടായേക്കാം സ്റ്റാഫിന്റെ പ്രവർത്തനം, അതായത് നിങ്ങളുടെ വർക്ക്സ് കാര്യങ്ങളൊക്കെ സ്കൂളിന്റെ പുരോഗതിക്ക് എത്ര മാത്രം പ്രയോജനപ്പെടുന്നു, എന്ത് വ്യത്യാസം വരുത്തണം, അഥവാ നിങ്ങളുടെ വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ ആ ടീച്ചർ നമുക്ക് മാറ്റണം അല്ലെ, നെഗറ്റീവ് ഒക്കെ ഉള്ള ടീച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? തോന്നിയ പോലെ അങ്ങ് സ്കൂൾ കൊണ്ടുപോവാന്നുള്ളതല്ലോ. ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാ? മേൽനോട്ടം വഴിയാണ്. ഇനി മേൽനോട്ടം പല വിധത്തിലുണ്ട്. ഒരു രീതിയിൽ മാത്രമല്ല മേൽനോട്ടം ഉള്ളത്. എത്ര രീതിയാ? 5 രീതിയിലുള്ള മേൽനോട്ടങ്ങളുണ്ട്. ഓക്കെ, മേൽനോട്ടം പല വിധത്തിൽ. പെറ്റർ ബ്രൂക്നർ എന്നവരുടെ അഭിപ്രായത്തിൽ മേൽനോട്ടം 5 വിധത്തിലുണ്ട്. അതാരാന്ന് ചോദിക്കരുത്, അതൊരാളാണ്, പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? എത്ര വിധത്തിലുണ്ടെന്നാ? 5 വിധത്തിലുണ്ട്. ഇൻസ്പെക്ഷൻ. ഒന്ന് ഇൻസ്പെക്ഷൻ, നമ്മളൊക്കെ കേട്ട് തഴഞ്ഞ ഒരു സാധനം അല്ലെ, ഇൻസ്പെക്ഷൻ അഥവാ പരിശോധന. അടുത്തതാണ് ലേസർ ഫെയർ എന്നാ പറയാ. ലേസർ ഫെയർ സൂപ്പർവിഷൻ, അധികാരികളുടെ ഇടപെടാതിരിക്കൽ നയം. ഓക്കെ, ആ വേർഡിനനുസരിച്ചിട്ട് തന്നെയാണ് അതിന്റെ ഡെഫിനിഷനും വരുന്നത്. നമുക്ക് നോക്കാം. കോഴ്സീവ് സൂപ്പർവിഷൻ, ഭീഷണി ഉപയോഗിച്ചുള്ള നയം. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഗൈഡൻസ്, പരിശീലനവും മാർഗനിർദ്ദേശവും. ദെൻ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ഓർ ഡെമോക്രാറ്റിക് പ്രൊഫഷണൽ ലീഡർഷിപ്പ്, ജനാധിപത്യപരമായിട്ടുള്ള നേതൃത്വം. ഓക്കെ, എന്നിവയാണ്. വിദേശ രാജ്യങ്ങളിൽ ഈ 5 വിധത്തിലുള്ള മേൽനോട്ടങ്ങളും കാണാൻ സാധിക്കും. ചില സ്കൂളുകളിൽ ഓരോ സ്കൂളും അതിന്റെ മാനേജ്മെന്റാ തീരുമാനിക്കുക ഇവിടെ ഏത് തരത്തിലുള്ള സൂപ്പർവിഷൻ വേണോന്നുള്ളത്. ഇൻസ്പെക്ഷൻ ഒക്കെ ഇപ്പൊ കുറെ സ്ഥലത്തില്ല, അതൊക്കെ മാറി പുതിയ രീതിയിലേക്ക് വന്നപ്പോ ഈ 5ാമത്തെ ഒക്കെ ഒരു ലെവലിലേക്കാണ് വരുന്നത്. എന്നാൽ എബ്രോഡിലൊക്കെ നോക്കുന്ന സമയത്ത് എന്താണ് ഈ 5 ടൈപ്പ് ഉണ്ടാവും. അവർ അത്രയും നല്ല എന്താ പറയാ ഒരു റിസൾട്ട് ഉണ്ടാക്കണം എന്ന രീതിയിൽ 5 തരത്തിലും മിക്സഡ് ആയിട്ട് തന്നെ, മീൻസ് ആദ്യം ഒന്ന് കഴിഞ്ഞ് പിന്നെ വേറെ രീതിയിൽ അടുത്തത് ഇൻസ്പെക്ഷനോട്, മീൻസ് ഇങ്ങനത്തെ പല ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിലൂടെ അവര് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തായാലും ആ ഒരു വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവിടുത്തെ ഒരു എഡ്യൂക്കേഷനും ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം.
പരിശോധന ആദ്യത്തേത് അല്ലെ, ഇൻസ്പെക്ഷൻ. ഏറ്റവും പഴകിയ രീതിയിലുള്ള മേൽനോട്ടമാണ് പരിശോധന. ഓക്കെ, ഏറ്റവും പണ്ട് സ്റ്റാർട്ടിങ് തൊട്ടേ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഈ സാധനമാണ് തുടങ്ങിയത്. ഓക്കെ, ഇതാണ് രീതി. അധ്യാപകരുടെ പ്രവർത്തന രീതികൾ പരിശോധിക്കുക മാത്രമാണ് ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനായുള്ള ഉദ്യോഗസ്ഥനെ ഇൻസ്പെക്ടർ, അണ്ടർലൈൻ ചെയ്തു വെക്കുക, ഇൻസ്പെക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആളുടെ പേര് ഇൻസ്പെക്ടർ. ഇവിടെ ടീച്ചേഴ്സിന്റെ വർക്ക്സ് ആണ് നോക്കുക. അധ്യാപകരുടെ പ്രവർത്തന പുരോഗതി അല്ല, അതായത് ടീച്ചർ അടിപൊളിയാണോ അല്ലെങ്കിൽ ടീച്ചർ എന്താ പറയാ നല്ലോണം പഠിപ്പിക്കുന്നുണ്ടോ, അങ്ങനെയല്ല. പരിശോധനയുടെ ഉദ്ദേശം അവർ ചെയ്യേണ്ട ജോലി കൃത്യമായി അർഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടീച്ചർ ഈ ക്ലാസ് എടുക്കാൻ അർഹയാണോ, മീൻസ് ഇത് ഓക്കെ ആണ്, ഈ ടീച്ചർക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അങ്ങനെയാണ്. ടീച്ചർ നല്ല അടിപൊളിയാണ്, ടീച്ചർ ഒന്നും കൂടി ബെറ്റർ ആക്കി എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനമൊന്നും അല്ല. എന്താ ചെയ്യല്, നിങ്ങൾ ഈ സബ്ജക്ട് എടുക്കാൻ ഓക്കെ ആണോ, ഇതാണ് ഇവിടെ നോക്കുന്ന കാര്യം. ക്ലിയർ? അത് സിമ്പിൾ ആണ്. അടുത്താണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. ഇടപെടാതിരിക്കൽ നയം എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ രീതിയിൽ ഒരു അധ്യാപകന് അതിൻ്റെതായ പ്രവർത്തന ശൈലി തുടരാം. അതായത് എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് പഠിപ്പിക്കാം. അതായത് ഓരോ ടീച്ചേഴ്സിന് അവരുടേതായ ഒരു ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന് പറയും. ഓക്കെ, ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയും. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കുന്ന ഒരു ടീച്ചേഴ്സ് ഓട്ടോണമി എന്നൊക്കെ പറയും. അപ്പൊ ഇത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക എന്നുള്ള ഒരു മെത്തേഡാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നും. ഇനി പറയുന്നത് കേട്ടോളൂ. ഓക്കെ, മറ്റ് അധ്യാപകരുമായി യാതൊരുവിധ താരതമ്യപ്പെടുത്തലും ഉണ്ടായിരിക്കുകയില്ല. അതായത് അഖില മിസ് അഷിത മിസ്സിനെ കണ്ടിട്ടൊന്ന് പഠിക്കണം, ആ മിസ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, മിസ്സും കൂടി അങ്ങനെ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഇവള് ശരിയില്ല അവളൊക്കെ, അങ്ങനെ ഒരു സാധനമേ അവിടെ വരൂല. ഓക്കെ, അങ്ങനെ ഡിസ്കഷനേ വരൂല. പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട ഉപദേശങ്ങൾ ഒന്നും തന്നെ കിട്ടുകയില്ല. അതായത് ഇപ്പൊ ഒരു ഹെഡ് മാസ്റ്റർ വന്നിട്ട് നിങ്ങൾ ഒന്നും കൂടി ബെറ്റർ ആക്കണം, നമുക്ക് അടുത്ത കൊല്ലം ഇത്രയുള്ള റിസൾട്ട് വരുത്തിക്കണം, അങ്ങനെ ഒരു സംഭവവും ഇല്ല. അവരവര് ക്ലാസ് എടുക്കാൻ പോവുക, ഒരു തോന്നിയ പോലെ ഒരു രീതി. ഓക്കെ, പിന്നെന്താ, അധ്യാപകർ അവർക്ക് തോന്നുന്ന വിധത്തിൽ പഠിപ്പിക്കുന്നു. പ്രധാന അധ്യാപകന്റെ കഴിവില്ലായ്മ ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ അല്ലെ. കാരണം എല്ലാവരും തോന്നിയ പോലെ ക്ലാസ് എടുക്കുന്നു, തോന്നിയ പോലെ പോകുന്നു. അപ്പൊ ആരുടെ ഒരു കഴിവ് കേടാ, ആരുടെ കഴിവേട് ഇങ്ങനെയൊക്കെ ഒരു സൂപ്പർവിഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഈ ഒരു ഹെഡ് മാസ്റ്ററിന്റെ കഴിവുകേടായിട്ട് കാണുള്ളൂ. എന്നാൽ ചിലർ ഇതിനെ ജനായത്ത സംവിധാനമാക്കി കണക്കാക്കുന്നു. ചില മടിയന്മാർ മടിച്ചുകൾ എന്ന് വിചാരിക്കുന്നു, ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അല്ലെ, ജനാധിപത്യം, സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിന് ജീവിക്കാന്നുള്ള ഒരു രീതിയിലായപ്പോ അവരങ്ങനെ വിചാരിക്കുന്ന ചിലരും ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ലൈക്ക് നല്ല എല്ലാം എടുത്ത് പരിചയമുള്ള ആൾക്ക് വേറെ ആളുടെ ഹെൽപ്പ് ഒന്നും ആവശ്യമില്ല. പിന്നെ ചിലർ മടിയന്മാരായിരിക്കും അല്ലെ, ഫ്രീ ആയിട്ട് ഇങ്ങനെ തോന്നിയ പോലെ പോവുക. നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വലിയ പാത്രത്തിൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുൾ ടൈം സ്റ്റാഫ് റൂമിൽ കണ്ണാടി നോക്കിയിരുന്നു, അങ്ങനെയൊക്കെ ഒരു ടൈപ്പ്. ഓക്കെ, അപ്പൊ ആ സ്കൂൾ എത്രത്തോളം വിജയിക്കൂ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ, സക്സസ് ആവുന്നുള്ള കാര്യം. ഓക്കെ, എന്നാൽ ചിലർ ഇതിനെ ജനായത്ത സംവിധാനമായി കണക്കാക്കുന്നു. സാധാരണ എല്ലാ അധ്യാപകർക്കും അവരുടെ പ്രവർത്തന പുരോഗതിക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. അതായത് ഇപ്പൊ ഇനി ഫസ്റ്റ് ന്യൂ ജോയിനിങ് ഒക്കെ ആണെങ്കിൽ, മീൻസ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ടീച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരാളുടെ ഹെൽപ്പ് നമുക്ക് വേണം അല്ലെ. സ്റ്റാർട്ടിങ് ഒരു ബിഗിനർ ആണ് നിങ്ങൾ, തന്നെ ഇപ്പൊ ഒരു ജോയിൻ ചെയ്ത ഉടനെ പോയിട്ട് ക്ലാസ് എടുക്കാനൊന്നും പറ്റൂല. എല്ലാം അറിഞ്ഞ് എല്ലാം മനസ്സിലാക്കുക ഒരാൾ എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചോദിക്കേണ്ടി വരും സ്റ്റാർട്ടിങ്ങിൽ. ഒരു ഓക്കെ ഒക്കെ ആവണമെങ്കിൽ ഒരു 4 വർഷമൊക്കെ 3-4 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് ഒരാളെ തീരെ ഹെൽപ്പ് ഇല്ലാണ്ട് മീൻസ് അങ്ങനെയൊക്കെ പറ്റൂല. എന്നാൽ പോലും നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടി വരും ചില സാഹചര്യങ്ങൾ. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ നല്ല ബോണ്ടിങ് ഉണ്ടാണെന്ന് പറയും, ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ നല്ലൊരു കണക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങനെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, ഒരു ഹെഡ് മാസ്റ്റർ പോയി ചോദിക്കാൻ വേണ്ടി പറ്റൂല, അയാളൊന്നും പറഞ്ഞുതരൂല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവൂല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അങ്ങനെ ഒരു ഹെൽപ്പിംഗ് സംഭവങ്ങളൊന്നും സപ്പോർട്ടിങ് ഒന്നും ഇല്ല. ഓക്കെ, ആവശ്യമായി വരുന്നുണ്ട്. ഈ സമയം ഈ രീതി അനുസരിച്ച് പ്രധാന അധ്യാപകൻ സഹായം കൊടുക്കാതിരുന്നാൽ, ഇപ്പൊ ഹെഡ് മാസ്റ്റർ അടുത്ത് സാർ ഞാൻ ബിഗിനർ ആണ്, എനിക്കൊന്ന് ജസ്റ്റ് ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്ക് അയാളോട് എന്താ തോന്നാ, എന്തെന്ന് ഹെഡ് മാസ്റ്റർ അല്ലെ, അയാളുടെ ഒരു ബഹുമാനമൊന്നും തോന്നില്ല, റെസ്പെക്ട് ഇല്ലാണ്ടായി പോകും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തോട് യാതൊരുവിധ ബഹുമാനവും ഉണ്ടാകാൻ സാധ്യതയില്ല. സ്കൂളിന്റെ നല്ല പുരോഗമനത്തിന് ഈ രീതി ഒട്ടും തന്നെ സഹായകമല്ല. ചിലർക്ക് ഭയങ്കര അടിപൊളി ആയിരിക്കും, പക്ഷെ ഈ സ്കൂള് മൂവ് ആയാലേ, മീൻസ് മുന്നോട്ട് പോയാലല്ലേ ഇവർക്ക് ജോലി ഉണ്ടാകത്തുള്ളൂ അല്ലെ. ഇത് മുന്നോട്ട് പോവോ കുറെ കാലം?
ഇല്ല, ഒരിക്കലും പോലും. കാരണം എല്ലാ ടീച്ചേഴ്സും ഭയങ്കര എന്താ പറയാ എന്താ പറയാ സമർപ്പണമൊന്നും കൊടുക്കത്തില്ല ഈ ഒരു ജോലിയോട്. ചിലർക്ക് ഭയങ്കര സംഭവമായിരിക്കും. നല്ല രീതിയിൽ ഇതിനെ കണ്ടിട്ട് അടിപൊളിയായിട്ട് മാക്സിമം സൂപ്പറായിട്ട് ക്ലാസ് എടുത്ത് അവരുടെ ഇഷ്ടത്തിന് സൂപ്പർ ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്നവരുണ്ടെങ്കിൽ പോലും അത് 1-2 5 ടീച്ചർ ഉണ്ടെങ്കിൽ 1-2 ഒരു ടീച്ചർ അങ്ങനെ ഒരു മൈൻഡ് ഉള്ളവരുണ്ടാവുള്ളൂ. നല്ല ആത്മാർത്ഥതയോടെ പോകുന്ന ആൾക്കാരല്ലേ. പക്ഷേ ഈ ഒറ്റ ഒരു ടീച്ചറെ കൊണ്ട് ആ സ്കൂൾ മൊത്തം സക്സസ് ആക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ അധികം മുന്നോട്ട് പോവോ? ഇല്ല. അതൊരു സ്കൂളിന്റെ വിജയത്തിന് ഒരിക്കലും ഈ ഒരു മെത്തേഡ് സഹായകമല്ല. രണ്ടാമത്തെ മെത്തേഡ് മനസ്സിലായല്ലോ, രണ്ടാമത്തെ രീതി മനസ്സിലായല്ലോ. അടുത്തതാണ് ഭീഷണിയോടെയുള്ള മേൽനോട്ടം. ഇത് അടിപൊളിയാ. ഓക്കെ, ഇത് ഏകാധിപത്യ രീതിയിലുള്ള മേൽനോട്ടമാണ്. ഏകാധിപത്യ രീതിയിലുള്ള മേൽനോട്ടം എന്ന് പറഞ്ഞാൽ ഒരാള് ഭരിക്കുക, അതല്ലേ ഏകാധിപത്യം എന്ന് പറയാം അല്ലെ. ഒരാള് ഭരിക്കുക, ബാക്കി എല്ലാവരും അണ്ടറിൽ പ്രജകളെ പോലെ, മീൻസ് ഇങ്ങനെ താഴെ നിൽക്കുക, ആ ഒരു രീതി. പ്രത്യേകം നിശ്ചയിച്ച സമയത്ത് പ്രധാന അധ്യാപകർ ടീച്ചറെ സന്ദർശിക്കുകയാണ് ഈ രീതി ചെയ്യുന്നത്. അതായത് ഇപ്പൊ ധന്യ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഹെഡ് മാസ്റ്റർ വന്ന് ടീച്ചർ ലാസ്റ്റ് ബെഞ്ചിൽ കുട്ടികളുടെ കൂടെ പോയിരിക്കും. ഓക്കെ, ഇരുന്നിട്ട് ധന്യയുടെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്നൊക്കെ നോക്കും. സൂപ്പർ ആണോ, എന്തെങ്കിലും കുറവുകളുണ്ടോ, എന്നാ കുറവ് കണ്ടു കഴിഞ്ഞിട്ട് അത് ഉള്ളിൽ വെക്കുമെന്നല്ല ചെയ്യാം. ധന്യനോട് പറയും അത് ശരിയായില്ല, അങ്ങനെ ചെയ്യരുത്, നെക്സ്റ്റ് ടൈം അത് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസവും ഇതേ സമയം ക്ലാസ്സിൽ വന്നിരിക്കും. ശരിയായിട്ടുണ്ടോ എന്ന് നോക്കും. ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പ്രഷർ എത്രത്തോളം ഉണ്ടാവും എന്ന് പറഞ്ഞേ. ഇവിടെ ഒബ്സർവേഷൻ ഉണ്ട്, ക്ലാസ്സിൽ ഒബ്സർവേഷൻ ഉണ്ട്. അപ്പൊ സെയിം ഇങ്ങനെ തന്നെയാണ്. പ്രിൻസിപ്പൾ ബാക്കിൽ വന്നിരുന്നിട്ട് അതിനൊരു ടീം ഉണ്ടാവും. അവർ ബാക്കിൽ വന്ന് നിന്നിട്ട് ക്ലാസ് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയും, വീണ്ടും കൊടുക്കും. അങ്ങനെയാണ് ആ മെത്തേഡാണ് ഈ മെത്തേഡ് കേട്ടോ. ആക്ച്വലി ഇത് ഒരു തരത്തിൽ നല്ലൊരു പ്രിൻസിപ്പൽ, നല്ല ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള നല്ലൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ ബെനിഫിറ്റ് ചെയ്യും മീൻസ്. പക്ഷെ എന്നാലും ചില സാഹചര്യങ്ങളിൽ ഇത് നമ്മുടെ ഫുൾ ഒരു പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ നമുക്ക് പറ്റൂല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുമ്പോ ഇപ്പൊ തന്നെ ഒരു ഓൺലൈൻ ട്രെയിനിങ് ആണ് ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഓൺലൈൻ ട്രെയിനിങ് ചൂസ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയണ ധന്യ ഞാൻ ക്ലാസ്സിൽ കയറും. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ കയറും. അതുവരെ ഫുൾ പ്രിപ്പയർ ആയി ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന ധന്യയുടെ പകുതിയെ ആ ക്ലാസ്സിൽ വരുള്ളൂ. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, മിസ് ഉണ്ടല്ലോ, മിസ് എന്നെ നോക്കുന്നുണ്ടോ, മിസ് നോക്കുന്നുണ്ടോ, അതായിരിക്കും ശ്രദ്ധയിൽ മൊത്തം മിസ്സായിരിക്കും, കുട്ടിയായിരിക്കൂല, മിസ്സിന്റെ അടുത്തായിരിക്കും മൈൻഡ് മൊത്തം. മാത്രമല്ല നല്ല പേടി, ഒരു എന്തോ ഒരു സാധനം ഉള്ളിൽ കിടന്ന് കളിക്കും. ഓക്കെ, മാത്രമല്ല ധന്യയുടെ ഒരു മാക്സിമം ലെവൽ ഉണ്ട്. നമ്മുടെ ഒരു ഒരു സ്പെഷ്യൽ വേർഷൻ ഉണ്ട്, നമ്മുടേതായ ഒരു വേർഷൻ. നമുക്ക് ഓപ്പൺ ഫ്രീഡത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അത് പുറത്തേക്ക് വരൂല ധന്യക്ക്. നല്ല പേടി, ഒരു പേടിയല്ല, എന്താ പറയാ, ആ ഒരു എന്നെക്കാൾ അറിയുന്ന ഒരു മിസ്, ലൈക്ക് ഒരു കുറെ എക്സ്പീരിയൻസ് ഉള്ള മിസ്, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച മിസ് എന്നെങ്കിലും ഓർത്തിട്ട് ഒരു ഇതുണ്ടാവും. അതേ തന്നെയോട് ഞാൻ പറയാണ്, അടുത്ത ദിവസം ഞാൻ കേറും എന്ന് പറയാണ്. അടുത്ത ദിവസം നോക്കി ഞാൻ പറഞ്ഞു ഈ കുട്ടിയെ ആ പറഞ്ഞത് ശരിയല്ല തന്നെ, നാളത്തേക്ക് അത് ബെറ്റർ ആക്കി കൊണ്ടുവരണം. അടുത്ത ദിവസം നല്ല ടെൻഷൻ ആയിരിക്കും, ക്ലാസ്സിൽ ടൈം ആകുന്നുണ്ടോ, ഈ ഒരു ടെൻഷൻ ആയിരിക്കും. അയ്യോ, മിസ്സിന് എങ്ങനെയെങ്കിലും പനിയോ എന്തേലും വന്നിട്ട് ലീവ് ആയിക്കോട്ടായിരുന്നു എന്നൊക്കെ കരുതിയിട്ട് മിസ് കയറാതിരുന്നാൽ മതിയായിരുന്നു, എന്തൊക്കെ തിരക്കായിക്കോട്ടെ, കറണ്ട് പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കും. അതേ സമയത്തേന് ഞാൻ കേറിയില്ല, അന്ന് എത്ര സന്തോഷായിരിക്കും തനിക്ക്, അല്ലേ അല്ലേ. കലമടത്ത് കേറിയിട്ടില്ല എന്നായിരിക്കും, ശരിയല്ലേ. അന്നായിരിക്കും തന്നെയുടെ ബെസ്റ്റ് വേർഷൻ അവിടെ പുറത്തേക്ക് വരാം. മനസ്സിലായില്ലേ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ അവിടെ ക്ലാസ് എടുക്കും, സൂപ്പർ ആയിട്ട് കുട്ടിയെടുത്ത് ധന്യായിട്ട് നിൽക്കും അവിടെ. മനസ്സിലായില്ലേ. അതാണ് പറഞ്ഞത്. ഈ ഒരു മെത്തേഡ് ചില സാഹചര്യങ്ങൾ ഓക്കെയാണ്. ഇപ്പൊ തന്നെ പറഞ്ഞ പോലെ അവിടുത്തെ പ്രിൻസിപ്പൾ അങ്ങനെ നല്ല ക്ലോസ് ആണ്, നമുക്ക് അത്ര സപ്പോർട്ടാണ്, അത്ര ഹെൽപ്ഫുൾ ആണ്, അങ്ങനെ അധികമൊന്നും ഇങ്ങനെ സ്ട്രെസ് തരാത്തൊരു ടൈപ്പ് ആണെന്ന് ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ തലയിൽ സ്ട്രെസ് ആയിരിക്കും. അയ്യോ നാളെയും വരുമല്ലോ, അയ്യോ നാളത്തേക്ക് ഇത് ഞാൻ എങ്ങനെ റെഡിയാക്കും, ഈ ഒരു സ്ട്രെസ് പിടിച്ച ഒരു ജോലിയായിട്ട് അത് മാറും. മനസ്സിലായില്ലേ. ആ ഒരു മെത്തേഡ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ ചെയ്യുന്നത്. ആ സമയത്ത് നിരീക്ഷണ സമയം എന്നാ പറയാ കേട്ടോ, എന്താ പറയാ, ഒബ്സർവേഷൻ പീരിയഡ്. ഓക്കെ, ഇത് അതായത് ഒരു ധന്യനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല. ഇപ്പൊ ഇത്രയും പേര്, ഇപ്പൊ ഫരീദ ഉണ്ട്, ഫർഹാന ഉണ്ട്, ഇവരുടെ ഒക്കെ ക്ലാസ് റൂമിൽ ഇന്ന് ഒരു നിശ്ചിത ടൈം സെറ്റ് ചെയ്യും. ഓക്കെ, ഇത്ര ടൈമിലാവുമ്പോ 10 മണിക്ക് ധന്യയുടെ ക്ലാസ് റൂമിലാണ്, 11 മണിക്ക് ഫരീദയുടെ ക്ലാസ് റൂമിലാണ്, 12 മണിക്ക് ഫർഹാനയുടെ, അങ്ങനെയാണ് കയറുക. അയാളുടെ ഡ്യൂട്ടി തന്നെ അതായിരിക്കും. മനസ്സിലായില്ലേ. അത് അടുത്ത് നോക്കിക്കോ,
അതൊരു ടീമായിട്ടാണ്. ഓരോ ടീമിലും ഉണ്ട്. എല്ലാ ടീമിലും ഫസ്റ്റ് ടീമില്, സെക്കൻഡ് ടീമില്, അങ്ങനെ ഓരോ ടീമിലാണ്. എല്ലാ ടീച്ചർമാരെയും ഒബ്സർവ് ഉണ്ട്. എല്ലാരെയും ക്ലാസ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ട്. യെസ്, ഇവിടെ ഉണ്ട്. അതാ. ഓക്കെ, അപ്പോൾ എപ്പോഴും ടെൻഷൻ ഉണ്ടാവും. എന്ത് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, ഒബ്സർവേഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ക്ലാസ് കണ്ടതിന് ശേഷം പ്രിൻസിപ്പൽ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും ആ തെറ്റുകൾ പിന്നീട് ആവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ സന്ദർശനം തുടരുകയും ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഏറ്റവും മോശമായ ഫലം അത് മാനുഷിക ബന്ധങ്ങളുടെ നാശത്തിന് വഴി തെളിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞാന് അക്കാദമിക് ഹെഡായിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത സമയത്ത് ഓൺലൈൻ തന്നെയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് താഴെ കുറച്ച് ടീമിനെ തരും, കുറച്ച് ടീച്ചേഴ്സിനെ തരും. നമ്മൾ കുറച്ച് സീനിയർ, അവര് കുറച്ച് ജൂനിയർ, അങ്ങനെ നമ്മൾ ആദ്യമേ ക്ലാസ് എടുത്ത് ശീലിച്ചവര്, പിന്നെ ഇവർ നമ്മൾ ടീച്ചേഴ്സിനാണ് പിന്നെ പ്രാക്ടീസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളാ, എന്റെ അണ്ടറിൽ 40 സംതിങ് കുട്ടികളെ, ഒരു 20 മിനിമം കൊടുക്കുക. പക്ഷെ എനിക്ക് 2 ടീച്ചർത്തും കൂടി എനിക്ക് തന്നു. ഒരാൾ ലീവായിരുന്നു. അപ്പൊ ലീവല്ല, 2-3 മാസത്തേക്ക് ലീവ് എടുത്ത് പോയതാ. അപ്പൊ അതും കൂടിയായിട്ട് 40 സംതിങ് കുട്ടികൾ എനിക്കുണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിപ്പിച്ച കുട്ടികള് അത്ര അടിപൊളി പ്രാക്ടീസ് ഒക്കെ കൊടുത്ത് സെറ്റായ കുട്ടികളുടെ സ്റ്റാർട്ടിംഗ് ഡേ അല്ലെ, ഫസ്റ്റ് ഡേ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി കയറാൻ ഭയങ്കര ത്വരയായിരിക്കും അല്ലെ. നമുക്കിതൊരു ഭയങ്കര ആവേശമാ. എന്താ, ഞാൻ പഠിപ്പിച്ച കുട്ടി എങ്ങനെ ക്ലാസ് എടുക്കുന്ന അറിയണം, അവരുടെ കഴിവ് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ എന്റെ സാറിന്റെ അടുത്ത് ചോദിച്ചു, സാർ നമ്മൾ കയറിക്കോട്ടെ സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ, കൊന്നാലും കയറരുത്, ഒരു കാരണവശാലും നിങ്ങൾ കയറരുത് എന്ന് പറഞ്ഞേ. കാരണം അവിടെ എല്ലാ കോൺഫിഡൻസും അവിടെ പോകും. മനസ്സിലായില്ലേ? അവിടെ മൊത്തത്തിൽ ഡൗൺ ആയി പോകും. മാത്രമല്ല, ഇനിയിപ്പോ ഞാൻ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പറയാ, ഇപ്പോ ഫരീദ മോളെ അത് അങ്ങനെ പറയല്ലേ കേട്ടോ, അത് അങ്ങനെയല്ല പറയേണ്ടത്, നെക്സ്റ്റ് ഇതൊന്ന് ശ്രദ്ധിക്കണേ, അത് പറഞ്ഞു വെക്കുന്നത് നല്ല കൂളായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഫരീദയുടെ ഉള്ളിൽ അതൊരു ടെൻഷൻ ആയിട്ട് തന്നെ കിടക്കും. അതൊരു ടെൻഷൻ തന്നെയാണ്. അയ്യോ മിസ് അത് കണ്ടില്ല, ഞാൻ ഇത്ര പ്രിപ്പയർ ആയിട്ടും ആ നെഗറ്റീവ് അല്ലേ മിസ് കണ്ട്, അങ്ങനെയെന്നൊക്കെ ആ സാധനം വരും. മാത്രമല്ല, എന്നോട് അത്രയും കാലം ഉണ്ടായ ഒരു ടീച്ചർ കുട്ടി സാധനം മാറും കുറച്ച് കഴിയുമ്പോ, എപ്പോഴും ഇങ്ങനെ തിരുത്തി കൊടുക്കുമ്പോ. ശരിയല്ലേ? പിന്നെ എന്നോടൊരു ദേഷ്യം വരാ, അതാ പറ, മാനുഷിക ബന്ധങ്ങളെ അത് ഇല്ലാണ്ടാക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബോണ്ടിങ് കുറയും. വേറെ സാധനം അവിടെ വരാൻ തുടങ്ങും. പിന്നെ യജമാനൻ അല്ലെ, ആ സാധനം വരും. അപ്പോ നമ്മൾ സമ്മതിച്ചില്ലായിരുന്നു കേട്ടാ. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. എങ്ങനെ അറിയോ? നിങ്ങളുടെ ഓൺലൈൻ ട്രെയിനിങ് എനിക്ക് കാണാൻ കയറണം. ഓക്കെ, എനിക്ക് മാർക്ക് ഇടണ്ടല്ലോ മക്കളെ, അതുകൊണ്ട് ഞാൻ എപ്പോഴേലാ കേറാ. കേറിക്കുമ്പോ നല്ല രസം. പക്ഷെ നിങ്ങൾ അറിയൂല, ഞാൻ കേറിയ ചിലപ്പോ നിങ്ങൾ അറിയോ പോലും ഇല്ല കേട്ടോ. അത് ഏറ്റവും രസം. അപ്പൊ ഞാൻ മെസ്സേജ് ചെയ്യും, ഞാൻ ഇങ്ങനെ ഷോമിയോ ടീച്ചിങ് എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമന്റ് ചെയ്യുമ്പോ, അയ്യോ പിന്നെ അവിടെ ഫേസ് മാറി, ഇത്രയും സമയം പറ മോളെ ചക്കര മുത്ത് പറ, പിന്നെ ഇങ്ങനെ ആയിരിക്കും ആ മോള്, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. നമുക്കറിയാം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന ക്ലാസ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ എനിക്ക് കയറിയേ പറ്റില്ല. എനിക്കറിയാം ഞാൻ കയറുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്ക് കയറിയേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് മാർക്ക് വേണമല്ലോ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ജോലി തരുന്നതല്ല, നിങ്ങൾക്ക് ഇതല്ലേ, ക്ലാസിന്റെ അല്ലേ. അങ്ങനെ എന്റെ അനിയത്തിക്ക് ഞാൻ ഒരു കൊച്ചിനെ കൊടുത്തു, ഒരു ടീച്ചറെ കൊടുത്തു കേട്ടോ. എന്നിട്ട് കൊടുത്തിട്ട് അവള് എബ്രോഡാണല്ലോ, ക്ലാസ് എടുത്തോടെ എന്നോട് എന്റെ അനിയത്തി പറഞ്ഞു, പിന്നെ ശാന്തി ഇത് കേറിയിട്ട് മിസ്സിന്റെ അടുത്ത് പറയാം എന്റെ അനിയത്തിയാന്ന് പറയണേ. അപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡ് ആയിരിക്കും, ഞാൻ ഇങ്ങനെ ചോദിക്കാം, ദീദീന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞേ. ഞാനിട്ട് ക്ലാസ് കയറിയപ്പോ എന്റെ മക്കളെ അത് കാണണം. ഞാൻ പൊതുവെ അവക്ക് ക്ലാസ് അങ്ങനെ എന്റെ ഫാമിലിയിൽ അങ്ങനെ കൊടുക്കാറില്ല. അയ്യോ സന്തോഷം, ഒരു ഭയങ്കര ഒരു കൊഞ്ചിക്കളിയില്ലേ, എന്റെ ഇത്താത്തയാണ് വന്നിരിക്കുന്നേന്നുള്ള. അപ്പൊ എന്റെ അനിയത്തിയാന്ന് പറഞ്ഞതോടെ ആട്ടെ ഫുൾ ടീച്ചറുടെ മൊത്തം പോയി. അപ്പൊ അയ്യോ മിസ്സിന്റെ അനിയത്തി ആയിരുന്നോന്നൊക്കെ. പക്ഷെ മാഷാ അല്ലാ, ഞാനത് പറയാതിരിക്കാൻ വയ്യ. എന്റെ ഉമ്മ പറയണേ, ഷാനു എന്തൊരു അടിപൊളി മിസ്സാ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇനി അങ്ങോട്ട് ഇവക്ക് എപ്പോഴും ട്യൂഷൻ കൊടുക്കാൻ അയക്കോ, പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്യൂഷൻ ആക്കാൻ വേണ്ടി സെറ്റ് ചെയ്തൂടെ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആള് പൈസ ഒന്നും വാങ്ങുന്നില്ല, എന്നിരുന്നാ പോലും ആ ഒരു കിട്ടലല്ലേ. അപ്പൊ പിന്നെ ഞാൻ കൊടുക്കും, പൈസ വാങ്ങാൻ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടിപ്പാൻ കഴിയില്ല. ഒരു മാസം എന്തായാലും ഓൾ എടുക്കും എന്നൊക്കെ പറഞ്ഞേക്ക്. അപ്പൊ മാത്രല്ല ഉമ്മിക്കാണ് ഭയങ്കര കഴിവായിട്ട്, മാഷാഅല്ലാ എന്തൊരു നല്ലതാ, അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന. എനിക്ക് ഞാൻ തന്നെ പഠിച്ച് ക്ലാസ് എല്ലാം, മീൻസ് ഓളപ്പുറം ഇരുന്നിട്ട് ഞാൻ തന്നെ പഠിക്കുകയാണ്. എന്തൊരു, ഞാൻ പറഞ്ഞു ഇത്ര പറഞ്ഞത്, ഓളെ പഠിപ്പിച്ച ഒരാളല്ലേ ഞാൻ, എന്നെ കുറിച്ചൊരു 2 വാക്ക് എന്നെ ഒരു ആ നീ എത്ര വലുതായാലും എനക്ക് കുഞ്ഞാന്ന് ഡയലോഗ്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷാ. നമുക്ക് നേരിട്ട് കിട്ടുന്നതിനേക്കാൾ സന്തോഷം ഞാൻ പഠിപ്പിച്ചിറക്കിയ ടീച്ചേഴ്സിന്റെ അടുത്ത് കിട്ടുമ്പോ വാവ്, അതൊരു ഭയങ്കര സുഖാ. എനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല. അത് ഞാൻ ഫീഡ്ബാക്ക് എടുക്കാൻ ഇറങ്ങും.
നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടികളുടെ പാരന്റ്സിനടുത്ത് ഫീഡ്ബാക്ക് എടുക്കാൻ പോകുമ്പോണ്ട് മക്കളെ അവര് കുറെ ഇങ്ങനെ വാതോരാതെ പറയും, അങ്ങനത്തെ മോനായിരുന്നു, പക്ഷെ ആ കുട്ടി ഇങ്ങനെ ഇരുന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ ഇല്ലേ റൊമാൻസിഫിക്കേഷൻ അല്ലെ? അതായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോ അടുത്ത പോയിന്റ് നോക്കാം. ഓക്കെ ഓക്കെ, കുറെ ആൾക്കാർ ഓൺലൈനിലായിരിക്കും ട്രെയിനിങ് ചെയ്യുന്നത്, കുറെ ആൾക്കാർ ഓഫ്ലൈൻ ആയിരിക്കും അല്ലെ? ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ അതൊക്കെ ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തോ? ഇത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൺലൈൻ ചെയ്യുന്നവര് ഓൺലൈൻ ചെയ്യാ, ഓഫ്ലൈൻ ചെയ്യുന്നവര് ഓഫ്ലൈൻ ചെയ്യാ. ഓഫ്ലൈൻ എന്റെ കാറ്റഗറി അല്ല, ഓഫ്ലൈൻ നിങ്ങളുടെ നുസ്രത് മിസ് ആണ്, ഓൺലൈൻ എന്റെ മാത്രം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പരിശീലനവും മാർഗനിർദ്ദേശവും, ഇത് സൂപ്പറാ. ഓക്കെ, മറ്റേ സൂപ്പറാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എനിക്ക് ഇത് സൂപ്പറാന്ന് നിങ്ങൾ വിശ്വസിക്കൂലായിരിക്കും. അപ്പൊ ഇത് അങ്ങനെയല്ല, ഇത് ശരിക്കും സൂപ്പറാ. ഈ നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽക്ക് തന്നെ കുട്ടികളെ കൊണ്ട് കാര്യങ്ങളെ കാണാതെ പഠിപ്പിക്കുക എന്നതിൽ നിന്നും അവരുടെ അഭിരുചിയെ ഉത്തേജിപ്പിക്കുകയും അവയെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതിലേക്ക് അധ്യാപകന്റെ ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ട്. ഒന്നുമേ മനസ്സിലായുള്ള പറഞ്ഞുതരാം. അതായത് പണ്ടെന്നൊക്കെ പറയുമ്പോ എല്ലാം കാണാപ്പാഠം പഠിക്കുക, തത്തമ്മേ പൂച്ച പൂച്ച സിസ്റ്റം ആയിരുന്നു. തത്തമ്മേ പൂച്ച പൂച്ച തത്തയോട് പറയുമ്പോ തത്ത എന്ത് ചെയ്യും? അതുപോലെ ഇങ്ങോട്ട് പറയും അല്ലെ? ഇങ്ങോട്ട് പറയാം. അതുപോലെ ആയിരുന്നു, ആ ഒരു സിസ്റ്റം ആയിരുന്നു പണ്ട് കാലത്ത്. ഓക്കെ, അതായത് ബൈ ഹാർട്ട് ആക്കുക, എല്ലാം കാണാപ്പാഠം പഠിക്കുക, അടിച്ച് പഠിപ്പിക്കുക. അടി എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി. അതായത് പണ്ടൊക്കെ കുട്ടികൾ ടീച്ചറുടെ വഴിയിലേക്ക് വരണം അല്ലെ? ടീച്ചറുടെ അടുത്തേക്ക് വരണം, ടീച്ചറുടെ രീതിയിലേക്ക് അവർ കയറി വരണം. ഇപ്പൊ അങ്ങനെയാണോ? നമ്മൾ കുട്ടികളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് അല്ലെ? അവരെ നല്ലോണം അടിപൊളിയാക്കി ബെറ്റർ ആക്കി അവർക്ക് നല്ല കോൺഫിഡൻസ് കൊടുത്ത് അവരുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരും. നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ കുഞ്ഞു മക്കളാവാനാണ് ഇപ്പൊ പറയുന്നത് അല്ലെ? ആ ഒരു മാറ്റമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഭിരുചിയെ ഉത്തേജിപ്പിക്കുകയും അവയെ പഠിപ്പിക്കുകയും അവരുടെ മാക്സിമം കഴിവിനെ ഒക്കെ പുറത്തു കൊണ്ടുവരാ, അവരെ ബെസ്റ്റ് ആക്കി കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ? അതായത് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ പഠിപ്പിക്കുക എന്ന തത്വം അല്ലെ? അതായത് അവരുടെ ആ ഒരു സപ്പോർട്ടോട് അവരും ടീച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണത്തോടെ പഠിപ്പിക്കുക. അപ്പോ ഇതേ തത്വമാണ് ഈ മേൽനോട്ടത്തിൽ പ്രായോഗികമാക്കിയിരിക്കുന്നത് കേട്ടോ. അധ്യാപകനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാതെ അവരുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്തുവാനുള്ള സഹായം കൊടുക്കുക, അതാണ് പ്രധാന അധ്യാപകന്റെ ചുമതല. അതായത് ഇപ്പൊ മറ്റേ ഹെഡ് മാസ്റ്റർ വന്ന് പറഞ്ഞ പോലെ നീ അത് ചെയ്തത് ശരിയായില്ല, നാളേക്ക് റെഡി ആക്കണം, അങ്ങനെ ഒരു ഓർഡർ ലൈക്ക് അങ്ങനെ വരൂല. ഇതെങ്ങനെയാ? എടാ അത് സൂപ്പർ ആയിരുന്നേ, നമുക്കത് ഇങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ബെറ്റർ ആയിരിക്കും. ഒരു സപ്പോർട്ടിങ് ഹാൻഡ് എന്നൊക്കെ പറയത്തില്ലേ? നമ്മളെ ബെറ്റർ ആക്കാൻ ഒരാള്, നമ്മളെ നേർവഴിക്ക് നയിക്കാൻ ഒരാള്, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ മുകളിൽ നിന്ന് പറയുന്ന ഒരു ഓർഡർ പോലെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇതിലൂടെ സ്വയം മനസ്സിലാക്കും. ഈ മാഷന്മാര് ടീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? എനിക്കത് ഒന്നുകൂടി ബെറ്റർ ആക്കണം അല്ലെ? അവരുടെ ഒരു ഏരിയ മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും? ബെറ്റർ ആക്കി വരും. അതിനെ അങ്ങനെ ആക്കി കൊണ്ടുവരുത്താണ് ഇവിടെ ആരുടെ ഡ്യൂട്ടി? ഹെഡ് മാസ്റ്റർ, അഥവാ അതാണ് സൂപ്പർവൈസർ. ഇവിടുത്തെ സൂപ്പർവൈസർ ഹെഡ് മാസ്റ്ററുടെ ഡ്യൂട്ടി അതാണ്. അടുത്തത്, പ്രധാന അധ്യാപകന്റെ ഉപദേശങ്ങൾ അറിവുള്ള ആൾ തങ്ങളുടെ പ്രവർത്തികൾ ഭംഗിയായി ചെയ്യുന്നതിന് സഹായകരമാണ് എന്ന വിചാരത്തോടു കൂടി അധ്യാപകൻ സ്വീകരിക്കണം. അതായത് അവിടെയും വലിയ ജാടയൊക്കെ കാണിച്ചിട്ട് ഓനാര എന്നോട് പറയാൻ ആ സാധനം വേണ്ട, ലൈക്ക് ആ ഒരു ജാട അഹങ്കാരം അതൊന്നും അല്ലാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ആ രീതിയിൽ ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്രകാരം ഒരു നല്ല ടീച്ചർ എന്ന് കരുതുന്നയാൾ പ്രധാന അധ്യാപകന്റെ സ്ഥാനം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും. ഇനി ഒരു ചാൻസ് വരുമ്പോ ഈ ഒരു വ്യക്തിയായിരിക്കും മിക്കവാറും ആ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായില്ലേ? ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ജനായത്ത മേൽനോട്ടം അഥവാ ജനാധിപത്യ മേൽനോട്ടം. ഓക്കെ, ഈ മേൽനോട്ടം ഏറ്റവും ആധുനിക രീതിയിൽ നിലവിലുള്ള ഒരു രീതിയാണ് കേട്ടോ. ഈ മേൽനോട്ടം ഏറ്റവും ആധുനിക രീതിയിലുള്ളതാണ്. ഇതിൽ മാനുഷിക ബന്ധങ്ങൾക്കും കൂട്ടായ പ്രവർത്തനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സൂപ്പർവൈസിങ്. ഓക്കെ, അതായത് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പ്രാധാന്യം കൊടുക്കുന്നു. പഴയ തത്വവും പ്രയോഗവും മേൽനോട്ടവും പുതിയ മേൽനോട്ടവും തമ്മിലുള്ള വ്യത്യാസത്തിൽ കൂടി മാത്രമേ ഈ രീതിയുടെ, അതായത് ഇതിന്റെ ഒരു ഡെഫിനേഷൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയതിന്റെയും ഇതിനെയും കമ്പയർ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ഈ രീതിയുടെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി സൂപ്പർവിഷനെ 3 തരം തിരിച്ചിരിക്കുന്നു. ഓക്കെ, 3 തരം തിരിച്ചു മനസ്സിലാക്കാം. അതായത്
ഇത് മനസ്സിലാവുന്നതിലൂടെയാണ് അത് പുതിയ രീതി എന്താന്ന് നമുക്ക് മനസ്സിലാവുക. മേൽനോട്ടം കാരണം റീസൺ ആണ്, മേൽനോട്ടം ഉദ്ദേശം പേർപ്പസ് ആണ്, മേൽനോട്ടം സ്വഭാവം നേച്ചർ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സൂപ്പർവിഷന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം പാഠ്യപദ്ധതി പുരോഗമിക്കുക എന്നതാണ്. അധ്യാപകർക്ക് പുരോഗതി ഉണ്ടായാൽ മാത്രമേ പാഠ്യപദ്ധതിക്കും പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന ചിന്തയാണ് പഴയ രീതിയിൽ ഉണ്ടായിരുന്നത്. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് എന്താ പറയാ, ടീച്ചറെ ബെറ്റർ ആക്കിയാലേ പാഠ്യപദ്ധതി ലെവൽ ആവുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ, എന്നാൽ പുതിയ രീതിയിൽ അധ്യാപകർ പരിശീലനം ലഭിച്ചവരായതിനാൽ ഒരു സ്കൂൾ നല്ല രീതിയിൽ നടത്തുന്നതിനും ഒരു നല്ല ടീച്ചറായി മാറുന്നതിനും വേണ്ട സൗകര്യം ലഭിക്കും. ഇത് തന്നെയാണ് പുതിയ രീതിയിലുള്ള മേൽനോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പഠിക്കുന്ന സമയത്ത് തന്നെ, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരെ ബെറ്റർ ആക്കി കൊണ്ടുവരിക, അതിലൂടെ ഇത് നടക്കും എന്ന മനസ്സിലാക്കലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിർദ്ദേശങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും അവര് നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പ്രധാന അധ്യാപകരും സ്റ്റാഫും ഒന്നിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കൂട്ടായ്മ, ആ രീതിയിൽ കേട്ടോ. പ്രധാന അധ്യാപകനും സ്റ്റാഫും ഒന്നിച്ചു പഠന പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കുകയും എപ്പോൾ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും വേണം. ഓക്കെ, മനസ്സിലാക്കുകയും എപ്പോൾ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും വേണം. അതായത് പഠന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അവിടുത്തെ സ്കൂളിലെ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ആരൊക്കെ സംസാരിക്കും? പ്രിൻസിപ്പാലോ അതുപോലെ ആരൊക്കെ സ്റ്റാഫുകളൊക്കെ ഇരുന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അധ്യാപകന്റെ സർഗാത്മക കഴിവുകളെ തടയാതെ അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയും പ്രധാന അധ്യാപകന്റെ ചുമതലയാണ്. അതായത് ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരെയും വെറുപ്പിക്കുകയോ ക്രോസ് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് അവരെ ഒന്നുകൂടി ബെറ്റർ ആക്കി കൊണ്ടുവരാം, ഒന്നുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാം. അവരുടെ ആ ഒരു കഴിവുകൾ, ചിലരെന്തെങ്കിലും പറയുമ്പോൾ നല്ല കഴിവുകൾ ഇല്ലാണ്ടായി പോകും. മീൻസ് നമ്മൾ എന്തെങ്കിലും അവരെ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ അതൊന്നും ചെയ്യാണ്ട് കൂളായിട്ട് അവരെ ബെറ്റർ ആക്കി കൊണ്ടുവരുന്നത്. അടുത്തത് മേൽനോട്ടത്തിന്റെ ഉദ്ദേശ്യം. പഴയ രീതിയിലുള്ള മേൽനോട്ട ജോലി, പണ്ടത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേൽനോട്ടക്കാരന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലാസ് മുറി സന്ദർശിക്കുക, ഓരോ അധ്യാപകരുമായുള്ള കൂടിക്കാഴ്ച, ഓരോ ടീച്ചേഴ്സിനെയും ഓരോ ആളെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, ബുക്കുകളും പഠനോപകരണങ്ങളും നിർദ്ദേശിക്കുക. ഓക്കെ, അതായത് ഏതൊക്കെ ഓക്കെ, അതായത് ഓരോ എവിടെയാടാ ബുക്കുകൾ, ഈ ഒരു വർഷം ഏതൊക്കെ ബുക്സ് പോകണം, ഏതൊക്കെ മെറ്റീരിയൽസ് പോകണം, കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുക. അതൊക്കെ ആരാ ചെയ്യുന്നേ? പണ്ട് ആരാ? സൂപ്പർവൈസറുടെ ഡ്യൂട്ടി ആട്ടാ. ഓരോ അധ്യാപകരെയും വിലയിരുത്തുക, ഇവൻ എങ്ങനെയുണ്ട്, മറ്റവൻ എങ്ങനെയുണ്ട്, അവരൊക്കെയാണോ, അങ്ങനെ വിലയിരുത്തുക. അധ്യാപക ജോലിയുടെ ചില വശങ്ങളെ പറ്റി അധ്യാപകരെ പഠിപ്പിക്കുക തുടങ്ങിയവയാണ്. പണ്ട് എങ്ങനെയാണ്, ഒരു വന്നിട്ട് എല്ലാ ടീച്ചേഴ്സിനും ഒരു ചെറിയൊരു മീറ്റിംഗ് ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് പോകും. അതായിരുന്നു ഒരു ചുമതല. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ആധുനിക സൂപ്പർവൈസറുടെ ജോലി. ഇപ്പോഴുള്ള സൂപ്പർവൈസേഴ്സിന്റെ ജോലി എന്തൊക്കെയാണെന്നറിയോ? സമൂഹം, ടീച്ചർ, ക്ലാസ് റൂം, കുട്ടികൾ, സ്കൂൾ ഉൾപ്പെടുന്ന ഭരണപരമായ സ്റ്റോർ റൂമിലുണ്ടോ? ഓക്കെ ഓക്കെ, എന്തായിരുന്നു? സമൂഹം, ടീച്ചർ. സമൂഹം എന്ന് പറയുന്നത് ആ സ്കൂളിന് ചുറ്റുമുള്ള ആൾക്കാർ കേട്ടോ. സമൂഹം, ടീച്ചർ, ക്ലാസ് റൂം, കുട്ടികൾ, സ്കൂൾ ഉൾപ്പെടുന്ന ഭരണപരമായ മറ്റു കാര്യങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ ജോലികൾ. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരാ നോക്കേണ്ടത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എന്തിതാണെങ്കിലും ഈ ഒരു സൂപ്പർവൈസർ നോക്കണം. പിന്നെന്താണ് കൂടാതെ പഠിക്കുകയും എന്ന സംവിധാനത്തിൽ ഉൾപ്പെടുന്നതായ എല്ലാ വശങ്ങളും സൂപ്പർവൈസറുടെ ജോലിയിൽ പെടുന്നു. കുട്ടി ഏത് പഠിക്കണം, എന്ത് പഠിക്കണം, പഠിക്കുന്നുണ്ടോ, പഠിക്കുന്നില്ലേ, വിജയ ശതമാനം, ഇതെല്ലാം ആരെയാണ് നോക്കേണ്ടത്? ആരെയാ ബാധിക്കുക? ഈ ഒരു സൂപ്പർവൈസർ ആണ് നോക്കേണ്ടത്. ഓക്കെ, പിന്നെന്താ? കരിക്കുലം ഉണ്ടാക്കൽ, ഭരണ ചുമതലകൾ എന്നിവയിൽ അദ്ദേഹം ഉൾപ്പെടേണ്ടതായിട്ടുണ്ട്. അതിലും ആര് വേണം? അതായത് ബുക്കുകള്, കാര്യങ്ങളൊക്കെ എന്ത് കൊടുക്കണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് പോകണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇയാൾ വരും. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പഠിത്തവും വളർച്ചയും പൂർണ്ണമായും സൂപ്പർവൈസറുടെ കയ്യിലാണ്. ഇയാൾ അടിപൊളിയാണെങ്കിൽ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും. പൊന്നൂസേ, അല്ല മാം,
ഓ മൈ ഗോഡ്. ഓക്കെ, ശരി. അപ്പൊ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് സൂപ്പർവൈസ്, അതായത് ഈ കുട്ടി പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വിജയ ശതമാനം കുറയാന്നുണ്ടെങ്കിലൊക്കെ ആരുടെ തലയിലാ? ആരുടെ തലയിലാ? ഈ സൂപ്പർവൈസറുടെ. ഇയാൾ അതുകൊണ്ട് തന്നെ ഇയാൾ നല്ല രീതിയിൽ ഇടപെടുള്ളൂ എല്ലായിടത്തും, ഈ ഒരു പുതിയ രീതിയിൽ. മനസ്സിലായില്ലേ? അടുത്താണ് മേൽനോട്ടത്തിന്റെ സ്വഭാവം. സംഘടിത രീതിയിലുള്ളതാണ് പുതിയ വിഷനുകൾ, അതായത് ഒരുമിച്ച് ഗ്രൂപ്പ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒരു അധ്യാപകന്റെ വ്യക്തിപരമായ കഴിവ് വർദ്ധിപ്പിക്കാൻ മാത്രം നിർദ്ദേശങ്ങൾ നൽകാതെ എല്ലാ സ്റ്റാഫിനെയും ചേർത്ത് കൂട്ടായ ഒരു സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി മേൽനോട്ടം നടത്തുന്നു. അതായത് ഇപ്പൊ അഖിലനെ വിളിച്ചിട്ട്, അഖില മോളെ നീ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കുവേ, അല്ലെങ്കിൽ ഫാത്തിമാനെ വിളിച്ച് ഫാത്തിമ സൂപ്പർ ആയിട്ട് ക്ലാസ് പോകുന്നുണ്ട്, നമുക്ക് ഇത് ഒന്നുകൂടി ബെറ്റർ. അങ്ങനെ ഓരോ ആളെ വിളിക്കൂല, എല്ലാരും ഒരുമിച്ചിരുത്തിയിട്ട് പറയും അഖിലാണ് ആ ഒരു വർക്ക്, അവിടെയാണ് ഏറ്റവും നല്ല റിസൾട്ട് വന്നിരിക്കുന്നത്. അഖിൽ എന്താണ് അവിടെ എന്താ പറയാ നിങ്ങൾ അപ്ലൈ ചെയ്തത്, എന്താണ് ആ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ? അപ്പൊ അഖിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്റെ എക്സാം ചാലഞ്ച്, ക്വസ്റ്റ്യൻ ചാലഞ്ച് വെച്ചപ്പോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ പറയും. നിങ്ങൾക്ക് ഇതുവരെ എക്സാം ചാലഞ്ച് കഴിഞ്ഞിട്ടില്ലല്ലോ? കഴിഞ്ഞോ ക്വസ്റ്റ്യൻ ചാലഞ്ച്? നിങ്ങൾക്കാണ് കിട്ടാത്തല്ലേ, സോറി ട്ടാ. നമുക്ക് സെറ്റ് ആക്കാം, ഏതായാലും റിവിഷൻ തുടങ്ങുമല്ലേ, അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് മനസ്സിലാക്കാം? അതായത് അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോ എന്റെ കൂടെയുള്ള എന്റെ സ്റ്റാഫ് മേറ്റ്സ് അല്ലെ, അവർക്ക് എന്ത് മനസ്സിലാവാണ്? ഇത് നമ്മുടെ ക്ലാസ്സിലും യൂസ് ചെയ്യാം അല്ലെ, അവർക്കും അത് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, മേൽനോട്ടം നടത്തുന്നു. ഈ രീതി അധ്യാപകന്റെയും പഠനത്തിന്റെയും പുതിയ രീതികൾ എല്ലാവർക്കും മനസ്സിലാക്കുന്നതിനും അത് ക്ലാസ്സുകളിൽ പ്രാവർത്തികമാക്കുന്നതിനും സഹായകമാകുന്നു. അതാ ഇപ്പം പറഞ്ഞ കേട്ടോ. ഓക്കെ, ആധുനിക സൂപ്പർവിഷന്റെ ഉദ്ദേശ്യം മുമ്പ് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ വളരെ വിപുലമായിട്ടുണ്ട്. പണ്ടത്തേനേക്കാളും വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടീച്ചറും സൂപ്പർവൈസറും തമ്മിലുള്ള ബന്ധം അധികാരിയും കീഴ് ജീവനക്കാരനും എന്നതിൽ നിന്നും മാറിയിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ ഈ ഒരു രീതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഒരു രീതി നമുക്ക് മുന്നോട്ട് പോകാം. അതായത് ഒരു ഹെഡ് നിന്ന് വരുന്ന സംഭവം അങ്ങനെയല്ല, എല്ലാവരും ഒരേ രീതിയിൽ ഒരുപോലെ കണ്ടിട്ട്. ഓക്കെ, എന്നാൽ അധ്യാപനത്തിൽ നിന്നും പൂർണ്ണമായി മാറി സ്റ്റാഫിന്റെ പുരോഗതികൾ കൈവരിക്കാൻ സഹായിക്കുകയും അവരെ ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായുള്ള ബന്ധമായി അത് മാറി ഇരിക്കുകയാണ്. അതായത് ഇയാളുടെ മെയിൻ ഉദ്ദേശം എന്തായിട്ട് മാറും? ഈ ഒരു ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാ, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് വരും. മേലുദ്യോഗസ്ഥർ എന്ന നിലയിൽ നിന്ന് ഒരേ സ്ഥാനമുള്ള വ്യക്തിയായി മേൽനോട്ടക്കാരൻ അങ്ങനെ അതായത് ഒരു മേലുദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അയാൾ മാറും. എന്താകും? ഒരേ ലെവലിലുള്ള ഒരു വ്യക്തി, ഇവരൊക്കെ പോലെ തന്നെ എല്ലാവരും ഒരേപോലെ എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അധ്യാപകരെ മേൽനോട്ടക്കാരൻ പഠിപ്പിക്കുന്നതിന് സഹായിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. എല്ലാ പുതിയ കാര്യങ്ങളും പരീക്ഷിച്ചു നോക്കാൻ ഈ രീതിയിൽ സമ്മതിക്കുന്നു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്ട്രാറ്റജീസും, എല്ലാ ടീച്ചിങ് സ്ട്രാറ്റജീസും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് എല്ലാം ഒന്നും സക്സസ് ആകത്തില്ല. ഓക്കെ, അങ്ങനെ എല്ലാം സക്സസ് ആകത്തില്ല. അതിപ്പോ ഞാനിപ്പോ അപ്ലൈ ചെയ്ത ഒരു സംഭവമായിരുന്നു ക്ലാസ് എടുക്കുക എന്നുള്ളത്. തേർഡ് ചാപ്റ്റർ കുഞ്ഞു ചാപ്റ്റർ അല്ലേ നമ്മുടെ, ഓർമ്മ ഉണ്ടോ? വളരെ കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. അത് നിങ്ങളെ കൊണ്ട് ആദ്യം ഞാൻ ക്ലാസ് എടുത്ത് തന്നതിന് ശേഷമാണ് കേട്ടോ നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക. അങ്ങനെ ഒരു സംഭവം ഞാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ബാച്ചുകാർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോ അത് ഞാൻ അപ്ലൈ ചെയ്തപ്പോ അങ്ങനെ ചെയ്ത സമയത്ത് ഇവർക്ക് ഈ ക്ലാസ് എടുക്കാനുള്ള മടി കൊണ്ട്, മീൻസ് ലൈക്ക് ഇത് എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അന്ന് ക്ലാസ് എടുത്ത കുട്ടികൾ, അതിൽ നല്ല രീതിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഏത് സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് സൈഡിൽ നിന്ന്. കാരണം ഇത്രയും ടീച്ചേഴ്സ്, കുഞ്ഞു മക്കൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെയല്ല, ഇത്രയും ടീച്ചേഴ്സിന്റെ മുന്നിലാണ് ക്ലാസ് എടുക്കണ്ടേ. നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ടീച്ചർക്കാണ് ക്ലാസ് എടുത്ത് തരേണ്ടത്. ഇത് ഓൾറെഡി പഠിപ്പിച്ച പാഠമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നല്ലോണം അതിനു വേണ്ടി പ്രിപ്പയർ ആവുമല്ലോ. ചെറിയ പ്രിപ്പറേഷൻ മതിയോ? എത്ര തവണ അത് വായിക്കും, എത്ര തവണ നിങ്ങൾ പ്രിപ്പയർ ആവും? ക്ലാസ് എടുക്കുന്ന പോലെ ഇപ്പൊ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഭാഗം എന്നോട് ചോദിച്ചാലും ഞാൻ ചിലപ്പോൾ പറഞ്ഞുതരും. അതേസമയത്ത് നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ എനിക്ക് അത്ര പറഞ്ഞുതരാൻ വേണ്ടി പറ്റും തോന്നില്ല. കാരണം എന്താ, ഞാൻ ഇതിനു വേണ്ടിയിട്ട് പ്രസന്റേഷൻ ആണ് പ്രിപ്പയർ ആയിട്ടുള്ളത്, നിങ്ങൾ എക്സാമിനാണ് പ്രിപ്പയർ ആയിട്ടുള്ളത്. അതാണ് ഒരു വ്യത്യാസം. അപ്പൊ അത്ര എഫക്റ്റ് ആണ് നിങ്ങൾക്കത്. പക്ഷേ ചില മടിയന്മാരായിരിക്കാം, ചിലപ്പോ പ്രസന്റേഷനും പേടിയുള്ള കുട്ടികൾ, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ, അത് പറഞ്ഞറിയാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഇത്രയും വലിയ ആൾക്കാരുടെ മുന്നിലും എന്റെ മുന്നിലൊക്കെ നിങ്ങൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു സാധനമുണ്ട്, ഒരു കോൺഫിഡൻസ് വരാനുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരുപാട് സംഭവം കഴിഞ്ഞതാ.
അപ്പൊ എന്താ പറയാ, അതും നഷ്ടമായി. അപ്പൊ ഈ ഒരു കുട്ടി പോയിട്ട് പറയും ഇവിടെ എപ്പോഴും പ്രസന്റേഷൻ ആണ്, മിസ് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. ആ കുട്ടി ആകെ 2 ദിവസം ക്ലാസ് കയറിയത് കേട്ടോ. ആ 2 ദിവസം പ്രസന്റേഷൻ, ഈ കുട്ടിക്ക് എന്താ സംഭവം എന്ന് വരെ മനസ്സിലായില്ല. നിങ്ങളാണ് ക്ലാസ് എടുക്കുന്ന കാണുന്നത്, ടീച്ചർ ഒന്നും മിണ്ടുന്നില്ല, ഇത് എന്താണെന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി ആ ഒരു മെത്തേഡ് വേണ്ട. കാരണം ഇടക്ക് ഇതിപ്പോ ഓൺലൈൻ ആയിട്ട് എല്ലാ ദിവസവും എല്ലാ കുട്ടികളും കയറുന്നില്ലല്ലോ. അപ്പൊ അവർക്കത് ഒരു നെഗറ്റീവായി തോന്നണ്ട. എന്നാലും ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോ കുറെ കുട്ടികൾ കരച്ചിലും ഇതൊക്കെയായിരുന്നു, ബഹളമായിരുന്നു. മിസ്സേ നമ്മൾ പ്രിപ്പയർ ആയതാ, നമ്മളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും എന്നൊക്കെ പറയട്ടെ, എന്നും കയറുന്ന കുട്ടികൾ. പക്ഷെ അത് എനിക്ക് നെഗറ്റീവ് ചിലപ്പോൾ വന്നേക്കാം എന്നൊരു ഞാനത് ഒഴിവാക്കി. ഇതേ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും ഓക്കെ അല്ല എന്ന് തോന്നുന്നവയെ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കുകയും ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ എന്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അപ്ലൈ ചെയ്യാം. അഥവാ നെഗറ്റീവ് വരുന്നെങ്കിൽ അത് മാറ്റാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ആര് തരും? ഹെഡ് മാസ്റ്ററും തരും. മനസ്സിലായില്ല? മറ്റടുത്ത് എന്തുണ്ട്, ഇഷ്ടമുള്ള പോലെ ചെയ്യാമെങ്കിലും ആര് സപ്പോർട്ടോ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ കൺട്രോളിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയിട്ട്. മനസ്സിലായില്ലേ? ഓക്കെ. ടൈം ടേബിളിന്റെ എന്താ അങ്ങനെ മിസ് നമ്മുടെ ബാച്ചിലും പറഞ്ഞായിരുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, പിന്നെ ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ചതാ കേട്ടാ. മിസ് അത് വേണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബാച്ചിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. അടിപൊളി, നല്ലതാ. പക്ഷെ അവിടെ കിട്ടുന്ന സാധനം നിങ്ങൾക്ക് മിസ്സാവും കേട്ടോ. ഭയങ്കര മിസ്സിങ് ആയിരുന്നു ഞാൻ. കാരണം എങ്ങനെയാ പറയാ അറിയോ, ഇപ്പൊ ആരാണ് ഫർസാന ബീഗം ക്ലാസ് എടുത്തെന്ന് വിചാരിക്കാം. ഫർസാന ബീഗത്തിന്റെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരും ഞാൻ. ഫർസാന എടാ ഇങ്ങനെ എന്താണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് കറക്റ്റ് പറഞ്ഞു തരും. അതിനനുസരിച്ച് നെക്സ്റ്റ് ഒരു ടൈം അതൊക്കെ വെച്ചിട്ടൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടും അവസരം തരും. അതായിരുന്നു അതിന്റെ ഒരു മെത്തേഡ് കേട്ടാ. ശരി, എവിടെ പരീക്ഷ അത് നടപ്പിലാക്കാൻ ആധുനിക സംവിധാനത്തിൽ സാധിക്കുന്നു. പിന്നെന്താ, ഏതെങ്കിലും സംവിധാനം വിദ്യാഭ്യാസത്തിന് മാത്രമല്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഓക്കെ എല്ലാം തോന്നുകയാണെങ്കിൽ അത് മാറ്റി പുതിയ രീതി കൊണ്ടുവരുന്നതിന് ഇന്ന് കഴിയും. ഇവയെല്ലാമാണ് പഴയതും പുതിയതുമായിട്ടുള്ള മേൽനോട്ടത്തിന്റെ രീതികൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായല്ലോ? ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയതാ, എനിക്ക് പോവാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് പഠിച്ച് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും മേൽനോട്ടം എത്ര വരെ എഴുതണം എന്നുള്ളത്. ജനായത്ത മേൽനോട്ടം നിങ്ങൾ ആ റീസണും നേച്ചറും ഒക്കെ എഴുതണം കേട്ടോ മക്കളെ. എന്നോട് ഒരു ഇതും തോന്നിട്ട് കാര്യമില്ല, മൊത്തം എഴുതിയാലേ നിങ്ങൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എടുത്തത് വരെയാണ് മേൽനോട്ടം. അത് മൊത്തം എഴുതിയാലേ മേൽനോട്ടം ഫുൾ ആവുന്നുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇനി ഒരു ചെറിയ പോർഷനും കൂടി ഉണ്ട്. ഈ ATTC-ക്കാർക്ക് എക്സാം ഉള്ളതിനെ കൊണ്ട് നമുക്കിത് ഫാസ്റ്റ് ആയിട്ട് എടുക്കണമായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ നിങ്ങളുടെ ബാച്ച് ഒരു സെഷൻ കൂടി ഞാൻ എടുക്കും. ഓക്കെ, സെറ്റ് ആക്കാം. നെക്സ്റ്റ് സെഷനിലൂടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എനിവേ താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ വേറൊരു പാർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു ഓരോ ട്വിസ്റ്റോട് കൂടി ഒരു ചാപ്റ്റർ ആണെന്നുള്ളത്. ഇത് കഴിഞ്ഞു. സൂപ്പർവിഷൻ ആയിട്ട് ഇനി ഒരു ബന്ധമില്ലാത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പഠിച്ചുള്ളതാ, ആദ്യം സൊസൈറ്റിയും സ്കൂളും, രണ്ടെന്ന് പറയുമ്പോ ടീച്ചേഴ്സും കുട്ടികളും അല്ലെ. പിന്നെ വരുമ്പോ ഈ ഒരു സൂപ്പർവൈസറും സ്റ്റാഫും, പിന്നെ അതായത് ടീച്ചേഴ്സും. ദെൻ അടുത്ത വരുമ്പോ ഇനി പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു കോംബോ ആണ് കേട്ടോ. അപ്പൊ അതാണ് എന്നെ നോക്കാം. അത് നല്ല രസകരമായിട്ട് അതിൽ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിലാണ് കാര്യം. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. വെൽക്കം. ഗുഡ് നൈറ്റ്. Good night. ഓക്കെ.